ഹലോ ഗൈസ്, ഉണ്ണിയുടെ ബർത്ത്ഡേ അന്ന് രാവിലെ ഞങ്ങൾ തൃപ്രയാർ അമ്പലത്തിൽ പോയിട്ടോ. നോർമലി എല്ലാ ഇയറിലും ഞങ്ങൾ തൃപ്രയാർ തന്നെയാണ് കേട്ടോ ഇവരുടെ ബർത്ത്ഡേക്ക് പരമാവധി പോകാൻ നോക്കാറുണ്ട്. ഈ 3 കൊല്ലം പോയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കഴിഞ്ഞ കൊല്ലം പോയി, അതിന് മുന്നത്തെ കൊല്ലം പോയിട്ടുണ്ട്. ഒന്നിലെ പിറന്നാളിൻ്റെ അന്ന് പോവും, നാളിൻ്റെ അന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ബർത്ത്ഡേക്ക് ആയാലും പോകാൻ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോയി അങ്ങനെ തൊഴുതു. ഇത് അവിടുത്തെ ഓരോ വഴിപാടുകളാണ് കേട്ടോ. ഇത് നെയ് വഴിപാടാണ്, കൃഷ്ണന്റെ സൈഡിലുള്ള കൃഷ്ണന്റെ അമ്പലത്തിലെ നെയ് വഴിപാടൊക്കെ കഴിക്കണതാണ് കേട്ടോ. മൂന്നാളെയും മുഴിഞ്ഞൊക്കെ വെച്ച് അങ്ങനെ അത് കഴിഞ്ഞ് നേരെ അകത്തൊക്കെ കയറി തൊഴുത്. അകത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പാടില്ലാത്തതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ദൈവം എത്തിച്ച് മഴ കിട്ടിയില്ല. അവിടെ എത്തുന്നവരെ മഴ കിട്ടിയില്ല. അതിനിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ചാറലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അകത്ത് തൊഴാൻ നിന്നപ്പോൾ നല്ല ഗംഭീര ഒരു മഴ. അകത്ത് നിന്ന് ആ മഴ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഈ നടുമുറ്റുള്ള വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഈ അമ്പലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സെന്ററിൽ ആ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതിൽ കൂടെ ഇങ്ങനെ മഴ വീണ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ പറയും എനിക്ക് നടുമുറ്റുള്ള വീട് വേണം, നടുമുറ്റുള്ള വീട് വേണം. ഞാൻ പണിയുമ്പോൾ അങ്ങനെ പണിയുന്നൊക്കെ എൻ്റെ ഒരാഗ്രഹം പറയാറുണ്ട്. സാധിക്കാത്തതാണെന്ന് എനിക്ക് തന്നെ അറിയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്ത് ചെന്നപ്പോൾ നല്ല അടിപൊളി മഴയൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ അത് നോക്കി നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്തിറങ്ങിയിട്ട് മീനൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും തൃപ്രയാർ പോകണം, ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന വഴിപാടുകളാണ് ഇതൊക്കെ. മീനൂട്ടൊക്കെയാണ് അവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ. അതായത് അവിടെയുള്ള മീനുകൾക്കൊക്കെ നമ്മൾ ഇത് അരി ഇങ്ങനെ ഇട്ട് കൊടുക്കും. വലിയ വലിയ മീനുകളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ വ്യൂ കാണാനും ആ പുഴയുടെ വ്യൂവും അമ്പലം നിൽക്കുന്നതൊക്കെ, പുഴയുടെ അപ്പുറത്തേക്കൊക്കെ പോകാനൊക്കെ നല്ല രസമാണ്. അത് ഏകാദശിക്കൊക്കെയാണ് ഞങ്ങൾ അപ്പുറത്ത് പോയിരുന്നിട്ട്. അപ്പോൾ ഫുൾ ലൈറ്റ് സെറ്റിങ്ങോട് കൂടിയൊക്കെ അമ്പലത്തിൻ്റെ അവിടെ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ള ഒരു ഹനുമാന്റെ ക്ഷേത്രമുണ്ട്, അവിടെ പോയി അവിടെ തൊഴുത് ചന്ദനമൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ട് അമ്പലത്തിനോട് തൊട്ട് ചേർന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്മി ഹോട്ടൽ കേട്ടോ. അവിടുത്തെ മസാല ദോശ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ടാവണം, ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഈ ലക്ഷ്മിയിലെ മസാല ദോശ. അങ്ങനെ അടിപൊളിയായിട്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഓരോ മസാല ദോശയൊക്കെ തിന്നിട്ട് പിന്നെ ഓട്ടോയ്ക്കാണ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഫംഗ്ഷനും അതായത് കേക്ക് കട്ടിങ് ഒക്കെ ഈവനിങ് ആണ്.